ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. എത്രയെത്ര മനുഷ്യരാണ് ചിതറി വീണ് മരിച്ചത്. പുറ്റിങ്ങലും മലനടയും ഇപ്പോൾ മുണ്ടത്തിക്കോടും അടക്കം നിരവധി ഉദാഹരണങ്ങൾ. മണിക്കൂറുകൾ മാത്രമുള്ള ശ്രവ്യദൃശ്യ ഊഷരതയ്ക്കായി നമ്മൾ നമ്മെ തന്നെ ബലി കൊടുക്കുന്നു. എത്ര കുടുംബങ്ങളാണ് അനാഥരാകുന്നത്. ആരെയും കുറ്റം പറയാനോ സാമൂഹിക പോസ്റ്റ്മോർട്ടത്തിനോ അല്ല, നമുക്ക് മാറാനും മെച്ചപ്പെടാനുമാണ്. 4 വാതിലുകൾ തുറന്നിട്ട് സർവ്വതിനെയും സ്വീകരിക്കുന്ന വടക്കുന്നാഥൻ്റെ ആത്മീയ ചൈതന്യം ആവശ്യപ്പെടുന്നതല്ല ഇതൊക്കെ. തിരുവമ്പാടിക്കും പാവറട്ടിയിലെ പള്ളിക്കും വേണ്ടി വെടിക്കെട്ട് നെയ്തവരാണ് ചിതറി വീണ് പൊലിഞ്ഞു പോയത്. അതും നമ്മുടെ സഹോദരങ്ങൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. മാത്രമല്ല 45 ഡെസിബൽ ശബ്ദത്തിനപ്പുറം ഉള്ളതെല്ലാം മലിനീകരണമാണ്. 120 മുതൽ 140 ഡെസിബൽ വരെയാണ് ശബ്ദഘോഷം തീർക്കുന്ന മലിനീകരണം. ഇത് ഗർഭസ്ഥ ശിശുക്കൾക്കും ആശുപത്രി രോഗികൾക്കും സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. ക്ഷേത്രമോ പള്ളിയോ മസ്ജിദോ എന്തോ ആയിക്കോട്ടെ, ആഘോഷം ഏതുമായിക്കോട്ടെ, അനുഭവിക്കാനും ആസ്വദിക്കാനും ആസുരതകൾ വേണോ? നമുക്ക് ചിന്തിച്ചുകൂടെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നവോത്ഥാന നായകനും ആത്മീയ ആചാര്യനുമായ നാരായണ ഗുരുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ തുടങ്ങുകയാണ്. ആദ്യം ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ഡോക്ടർ ചക്രപാണി, ദുരന്ത നിവാരണ വിദഗ്ധൻ. പിന്നീട് ഡോക്ടർ ജയപ്രകാശ്, ആരോഗ്യ വിദഗ്ധൻ. പ്രൊഫസർ ജി ഗോപകുമാർ, മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കെമിസ്ട്രി അധ്യാപകനും. പിന്നീട് ഫയർ വർക്ക് മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് സിയാദ് റഷീദ് എന്നിവരാണ്. ആദ്യം ഡോക്ടർ ചക്രപാണിയിലേക്ക്. ഡോക്ടർ ചക്രപാണി, ഒരു വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യും. ഇത്ര മനുഷ്യർ ചിന്നിച്ചിതറി മരിച്ച ആ ദുഃഖത്തിൽ നാം ഇതൊക്കെ പറയും. പക്ഷെ പിന്നീട് വീണ്ടും നാം മാറും. ഇങ്ങനെയാണ് നമ്മളുടെ രീതി. എന്താണ് ഈ ഇപ്പോഴുള്ള തൃശ്ശൂരുണ്ടായ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് മുമ്പോട്ട് വെക്കാനുള്ള നിർദ്ദേശം? ആദ്യമായിട്ട് ഒരു തൃശ്ശൂർ നിവാസി എന്നുള്ള നിലയിൽ ഈ ദുരന്തത്തിനെ അതിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുന്നൊരു വ്യക്തി എന്നുള്ള നിലയിലും ഇത് മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയേണ്ട യാതൊരു നിവൃത്തിയില്ല. നമ്മളിതുമാതിരി പലന്ത ദുരന്ത മുഖങ്ങളിലും ഈ TV ചാനലുകളിൽ ഇരുന്നിട്ട് അതിനെ പറ്റിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ച ബലം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കാലാകാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് പോന്നിരുന്ന ഈ ഉത്സവങ്ങൾ, പള്ളികൾ, അമ്പലങ്ങളോട് ബന്ധപ്പെട്ട കരിമരുന്ന് പ്രയോഗവും അതുമാതിരി വേറൊരു വിഷയമാണ് ഈ ആനകളെ ഈ ചൂടത്ത് എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നത്. ഇത് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട കാലമായിട്ടില്ലേ? ആചാരങ്ങളൊന്നും മാറണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതോടൊപ്പം തന്നെ ഈ മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ ആചാരങ്ങളൊക്കെ നമ്മളൊന്ന് പുനർചിന്തനം ചെയ്യേണ്ടതല്ലേ? ഇത് ഇത്രയും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 1952 ശബരിമല മുതൽ തുടങ്ങിയിട്ട് 10ഓളം അല്ലെങ്കിൽ 1 ഡസനോളം വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടല്ല. അപ്പോൾ അത് ഓരോ വെടിക്കെട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളിതേമാതിരി ചാനലിലിരിക്കും, ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ പറയും, അത് പിറ്റേ ദിവസം മറന്നു പോവുകയും ചെയ്യും. അതിലത്തെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്കടക്കം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിലുണ്ട്. ഇപ്പം ഞാൻ തൃശ്ശൂർ നിവാസി എന്നുള്ള നിലയിൽ പലപ്പോഴും പൂരത്തിന് വെടിക്കെട്ട് കാണാൻ പോകാറുണ്ട്. പാറമേക്കാവ്, തിരുവമ്പാടി, 2 അമ്പലങ്ങളാണ് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ വളരെ വിഗറസായിട്ട് അവിടെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ പാറമേക്കാവിൻ്റെ മോശമായി, ഇത്തവണത്തെ തിരുവമ്പാടിയുടെ ഉഗ്രനായി. ഈ ഉഗ്രനെന്നും മോശമെന്നും പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ആ പൊട്ടിക്കുന്നതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ബേസിസിൽ മാത്രമാണ്. അപ്പോൾ പൊതുജനത്തിൻ്റെ ഡിമാൻഡ് നോക്കിയിട്ടാണ് ഇത് കൂടുന്നതെന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇത് ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡിസ്കസ് ചെയ്യുന്ന ഞാനടക്കമുള്ള നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ സംഭവിച്ചു, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാമായിരുന്നു, ഇനി എന്തൊക്കെ എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിയമങ്ങളൊക്കെ എക്സ്പ്ലോസീവ് നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആ നിയമത്തിൻ്റെ അഭാവമൊന്നുമല്ല അവിടെ കാര്യം. ആ നിയമം കറക്റ്റായിട്ട് പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള മെഷീനറിയും ഇവിടെയുണ്ട്.
പക്ഷെ അത് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ പലപ്പോഴും ഞാൻ പറയുന്നത് കേട്ടത് ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ 2-3 മണിക്കൂർ മുമ്പ് കൈരളി ചാനൽ അടക്കം അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് വന്നതാണ്. അവർക്ക് ടെക്നിക്കൽ എക്സ്പേർട്ടൈസ് ഉണ്ടാവില്ല. അത് കാരണം അവിടെ പ്രോപ്പറായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നൊന്നും അവർക്ക് അറിയണമെന്നില്ല. പക്ഷേ ഇതിന് നമ്മുടെ നിയമപരമായിട്ട് ചാർജ് ഏൽപ്പിച്ചിട്ടുള്ള ചില ബോഡികളുണ്ട്. അവരൊക്കെ പലപ്പോഴും ഉറങ്ങുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം തന്നെ എനിക്കറിയാം. അവരൊക്കെ പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റിലാണോ ഇത് പൊട്ടിക്കുന്നത് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കത് പറയേണ്ടി വരും. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഈ പൊതുജനത്തിൻ്റെ ഡിമാൻഡ് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് നിയമമുണ്ടെങ്കിൽ പോലും ആ നിയമത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, വെടിക്കെട്ടടക്കമുള്ള കാര്യങ്ങൾ എന്ന് നമ്മളൊരു പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എൻ്റെ ഇത്. അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ദുരന്തവും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ 3-4 എന്താ പറയുക ജുഡീഷ്യൽ എൻക്വയറി അടക്കമുള്ള 3-4 എൻക്വയറി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ പെസോ മുതൽ മറ്റേ ജുഡീഷ്യൽ എൻക്വയറി, പിന്നെ മറ്റേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ പുറത്തു വരട്ടെ. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് വലിയ പ്രസക്തിയുള്ളൂ. എങ്കിൽ പോലും ഈ ഡിസ്കഷൻ്റെ പാർട്ടായിട്ട് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ പിന്നീട് കൂട്ടിച്ചേർക്കാം. തീർച്ചയായും. ഡോക്ടർ ജയപ്രകാശ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് കൺട്രോൾ പെസോ അടക്കം ഫോറൻസിക് പരിശോധനകളടക്കം പിന്നീട് സർക്കാർ സംവിധാനങ്ങളുടെ സഹായം ഇതൊക്കെയുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുപാടുണ്ട്. നിയമങ്ങൾ വളരെ ധാരാളമുണ്ട്. കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഇത് നേരത്തെയും നിയന്ത്രിക്കപ്പെട്ടതാണ്. പക്ഷേ ആംബുലൻസൊക്കെ ഉപയോഗിച്ച് അതിനെ രാഷ്ട്രീയ ഗിമ്മിക്കാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചവരെയൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ അങ്ങനെ ഒരു സാമൂഹിക പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നില്ല. കാരണം ഇത്ര മനുഷ്യർ മരിച്ചു വീണ് കിടക്കുന്നു, അവരുടെ ദുഃഖം. എല്ലാവിധത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരു പക്ഷേ കൈരളി ന്യൂസ് അവിടെ പോയിട്ടുണ്ടെങ്കിലും അതിനുള്ളിലേക്ക് കയറിയിരുന്നില്ല. കാരണം ആ സുരക്ഷ മാനിച്ച് ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പ്. പക്ഷേ നോക്കൂ, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായ കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈതാനത്ത് അല്ലെങ്കിൽ ഒരു പാടത്തിൻ്റെ നടുവിലാണ്. എത്ര സ്ഫോടനം ഉണ്ടായാലും ചുറ്റും വീടുകളൊന്നുമില്ല. വളരെ ദൂരെയുള്ള വീടുകളുടെ ജനാല ചില്ലുകൾ പോലും പൊട്ടിപ്പോയി. പക്ഷേ അത് അടുത്ത് വീടുകളുണ്ടായിരുന്നു. സുരക്ഷ മാനിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടായേനെ. ഇപ്പോൾ അവിടെ വർക്കിങ്ങിലുണ്ടായിരുന്നവരാണ് മരിച്ചത്. പക്ഷേ മറ്റുള്ളവരൊക്കെ മരിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായേനെ. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിലില്ല. മാത്രമല്ല ഇത് നടത്തിക്കൊണ്ട് പോയിരുന്ന കോൺട്രാക്ടറും കാലാകാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. പക്ഷേ ഇതിലൊന്നുമല്ല കാര്യം. ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അപകടം ഒപ്പമുണ്ട്. അതിൽ ആഘോഷം, ശബ്ദം, അതിൻ്റെ ആസ്വാദ്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപകടം അതിൻ്റെ കൂടെയുണ്ട്. അതാണ് ഇത്തരം പരിപാടികളുടെ ഒരു പ്രത്യേകത. പാവറട്ടി പള്ളിക്കും ഈ തിരുവമ്പാടിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ വെടിക്കെട്ട് നെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് പൊട്ടിത്തെറിച്ചത്. ഇതിനൊരു ആൾട്ടർനേറ്റ് ഇല്ലേ നമുക്ക് ഈ ആഘോഷം? ഇപ്പോൾ CN രാമചന്ദ്രൻ തന്നെ പറഞ്ഞു, ഈ വെടിക്കെട്ട് വേണ്ട എന്നുള്ളതല്ല, പകരം ഒരു ആൾട്ടർനേറ്റായി അപകടരഹിതമായ ഒരു ശബ്ദാഘോഷം നമുക്ക് നടത്താം. അല്ലെങ്കിൽ പ്രകാശത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ശബ്ദം കുറച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ഡോക്ടർ ജയപ്രകാശ്, ഇതിപ്പോൾ ഞാൻ ചർച്ച തുടക്കം തൊട്ട് കേട്ടില്ല. ആരൊക്കെയാണ്, ഏതൊക്കെ വിദഗ്ധരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ അവസാനം കേട്ടത് എനിക്ക് തോന്നുന്ന ഒരു വിദഗ്ധനാണ് ഇതിന്, ഡോക്ടർ ചക്രപാണി, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദഗ്ധൻ. അപ്പോൾ ഇതിൻ്റെ പെസ എന്ന് പറഞ്ഞത് അത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വൈകുന്നേരത്തെ ഞാൻ ചാനൽ ഓൺ ചെയ്തപ്പോൾ ഒരു ഡോക്ടർ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതിനെക്കുറിച്ചിട്ടുള്ള വിദഗ്ധൻ. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കരിമരുന്ന് പ്രയോഗത്തിൽ, അത് സമാനമായ പ്രയോഗത്തിൽ സൗണ്ട്, ലൈറ്റ്, കളറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗണ്ടും ലൈറ്റും കളറും ഇതിൽ ഈ സൗണ്ട് ഇത്രയും ചെവി പൊട്ടിക്കുന്ന രീതിയിലുള്ള സൗണ്ട് ഉപയോഗിക്കുന്നതിൽ കുറച്ചിട്ട് കളറും ലൈറ്റും കൂട്ടി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾക്ക് തന്നെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കണ്ടെത്താനൊന്നുമില്ല, അത് ആ രീതിയിലേക്ക് നമ്മളുടെ വ്യൂസ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സൗണ്ട് സൗണ്ടാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ഒരു. അതുമാത്രമല്ല അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലനാവസ്ഥയും ഇത് കരിമരുന്ന് പ്രയോഗം അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഒരു എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപരിഷ്കൃത സമൂഹത്തിൻ്റെ രീതിയിലാണ് നമ്മളിവിടെ കരിമരുന്ന് പ്രയോഗം നടത്തുന്നത്. പാവപ്പെട്ട മനുഷ്യർ, ഇങ്ങനെ ജോലി ചെയ്യുന്ന മനുഷ്യർ ഇപ്പം തന്നെ വളരെ അടുത്ത കാലത്താണ്
തമിഴ്നാട്ടിൽ വിരുദ് നഗറിൽ കുറേ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ഇതേ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ അപ്പോഴെല്ലാം വരും അനധികൃതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ വർക്ക് ചെയ്തിരുന്നത്. അനധികൃതമായി പ്രവർത്തിച്ച ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ വെടിമരുന്ന് പുരയാണോ അത് ഉണ്ടായിരുന്നതെന്നൊക്കെ പത്രത്തിൽ വരികയും ഇതിനു മുമ്പ് നമ്മൾ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായ സമയത്ത് ഒരു കമ്മീഷനെ വെച്ച് കമ്മീഷൻ കുറേ കാര്യങ്ങൾ കണ്ടെത്തുകയും കമ്മീഷൻ അന്ന് തന്നെ വളരെ ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കമ്മീഷൻ പറയുകയുണ്ടായി ഇതിനകത്ത് ലൈറ്റും നിറവും കൂടുതൽ കൊടുത്തും കൊണ്ട് സൗണ്ട് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന രീതി. അപ്പോൾ എക്സ്പ്ലോഷൻ്റെ കുറേയും കൂടെ കുറയും, അപ്പോൾ എക്സ്പ്ലോഷൻ്റെ സാധ്യത കുറേയും കൂടെ കുറയും. അപ്പോൾ ഇതിപ്പോൾ ഒരു ആൾക്കാർ പൂരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ ഇതിനേക്കാളും വലിയ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വന്നാണ്. ഞാൻ ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഇതിന് സമാനമായ സൗണ്ടും ലൈറ്റും കളറും കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ബെയ്ജിങ് ഒളിമ്പിക്സ് നടന്നു 2002. അപ്പോൾ ആദ്യമായിട്ട് ലോക ജനത മൊത്തത്തിൽ അമേരിക്ക അടക്കം ഞെട്ടിപ്പോയി അവിടുത്തെ ലേസർ ഷോ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ നേരിട്ടുള്ള പടക്കം വെടിക്കെട്ടിൻ്റെ അതേ അനുഭവം തന്നെയാണ് ആ ലേസർ ഷോയിൽ നമുക്ക് കിട്ടിയത്. പിന്നെ ഞാനൊരു 11 വർഷത്തിന് മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ പോയിരുന്നു. അവിടെ ഒരു ICMRൻ്റെ ഒരു ഫെലോഷിപ്പ് കിട്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചൈനീസ് ഡേയുടെ ദിവസം സിഡ്നിയിൽ നല്ല ഒരു 2 മണിക്കൂർ 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ട് ഷോ അവിടെ കാണിക്കുകയുണ്ടായി. മൊത്തം ലേസർ ഷോ അറേഞ്ച് ചെയ്തതാണ്. നമുക്ക് തോന്നത്തതേ ഇല്ല, റിയലായിട്ടാണെന്നേ നമുക്ക് തോന്നും. അതിന് കളറുണ്ട്, ലൈറ്റുണ്ട്, അതുപോലെ വെടിക്കെട്ടിൻ്റെ സൗണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വെടിക്കെട്ടിൻ്റെ സൗണ്ട് ഈ ചെവി പൊട്ടിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ടിൻ്റെ സൗണ്ട് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിഷ്കൃത സമൂഹത്തിൽ അത്തരം സാധ്യതകൾ നമ്മൾ തേടേണ്ടതാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ നമ്മൾ വീണ്ടും പഴയ അപരിഷ്കൃതമായ രീതിയിൽ വളരെ ഏറ്റവും കൂടുതൽ സൗണ്ട് കൂടുതലുണ്ടാക്കുന്ന ആ സൗണ്ട് കൂടുതലുണ്ടാക്കുമ്പോൾ എക്സ്പ്ലോഷൻ കൂടുതലുണ്ടാക്കേണ്ടി വരും. അതിനനുസരിച്ച് ദുരന്തങ്ങളും വളരെ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓരോ ഘട്ടത്തിലും ഇപ്പം തന്നെ നമ്മളൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുമോ? അത് ഇപ്പോൾ ഇവിടെ ഇത് ഒരു വിദഗ്ധൻ ഇന്ന് വൈകുന്നേരം ചാനലിൽ സംസാരിക്കുന്നപ്പോൾ ഞാൻ കേട്ടത്, എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്ന ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരാളാണ്, എനിക്ക് അറിഞ്ഞൂടാ പുള്ളി. സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടുള്ള സൗണ്ടും അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസും അതിൻ്റെ മിശ്രിതങ്ങൾ, കെമിക്കൽ മിശ്രിതങ്ങൾ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ തെറ്റായ രീതിയിലാണ്, പറഞ്ഞിരിക്കുന്ന ഡയറക്ഷനിലല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് ചാനലുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വെടിക്കെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ തുള്ളുന്നത് മാത്രം കാണിക്കാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ റിപ്പോർട്ടറും കൂടെ അവിടെ പോയി നിന്ന് തുള്ളും. അതാണ് ഇപ്പോഴത്തെ വെടിക്കെട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്സവ പൂരം എന്ന് പറയുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം വെടിക്കെട്ടിന് വേണ്ടി തയ്യാറെടുക്കുന്ന പുരകളിൽ ഇതൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും കൂടെ നിങ്ങളൊന്ന് പരിശോധിക്കുക. അങ്ങനെയല്ലേ സമൂഹത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്? അങ്ങനെ പരിശോധിക്കുന്നില്ലല്ലോ. അങ്ങനെ പരിശോധിക്കുന്നില്ല. ഒരാൾ നടത്തിയ ആളാണെന്ന് പറയുന്ന, അയാൾ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിൻ്റെ മിശ്രിതങ്ങൾ അതനുസരിച്ചിട്ടാണ് ഉപയോഗിച്ചത്. അലൗഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അലൗഡ് ക്വാണ്ടിറ്റി ആണോ ഉപയോഗിച്ചത്, അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ, മിശ്രിതങ്ങളുടെ കമ്പോണൻസ് കറക്റ്റായിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. വെറുതെ പാവപ്പെട്ട കുറേ മനുഷ്യരെ ഓരോ തവണയും മരണത്തിന് തള്ളിവിടുന്ന രീതിയിലുള്ള അപരിഷ്കൃതമായ രീതിയിലുള്ള ഈ പ്രയോഗം യഥാർത്ഥത്തിൽ നമ്മൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലൊക്കെ അവർ ഇതുപോലെയുള്ള വെടിക്കെട്ട് സംഭവങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന രീതിയിലല്ല. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കണം. ഇതിനകത്തൊക്കെ നമ്മൾ സമൂഹത്തിന് മൊത്തത്തിൽ മെച്ചപ്പെടാനും അതുപോലെ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിലും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ വെടിക്കെട്ടിൻ്റെ രീതികൾ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ആ രീതിയിലേക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം. വെടിമരുന്നുകൾ ഉപയോഗിക്കുമ്പം തന്നെ ലൈറ്റും നിറവും കൂടുതൽ ഉപയോഗിച്ചും കൊണ്ട് എക്സ്പോഷൻ കുറച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ഇത്തരം സാധ്യതകൾ, ഞാൻ അതിൻ്റെ വിദഗ്ധനല്ല, പക്ഷേ ഒരു മെഡിക്കൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഈ എക്സ്പ്ലോസീവായിട്ടുള്ള സൗണ്ട് എന്തുമാത്രം കുട്ടികൾക്ക് ദോഷകരമാണെന്നറിയാമോ? ഞാൻ ചൈൽഡ് സൈക്യാട്രിസ്റ്റാണ്. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അമ്പലങ്ങളുടെ അടുത്ത് നിന്ന് താമസം മാറുന്ന ഒരുപാട് കുട്ടികളുണ്ട്, എനിക്കുണ്ട്. ഈ എക്സ്പ്ലോഷൻ അടക്കം പൊട്ടുന്നതും അതുള്ളത് കൊണ്ട് അമ്പലങ്ങളുടെ അടുത്ത് നിന്ന് വീട് മാറി താമസിക്കുന്ന ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു സൗണ്ട് ഉള്ള കുട്ടികളുണ്ട്, ഓട്ടിസ്റ്റിക് കുട്ടികൾ. അപ്പോൾ അവർക്ക് സൗണ്ട് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട് മാറി താമസം മാറിപ്പോണ ഒരുപാട് പേരുണ്ട്.
ഇതൊക്കെ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഒരു പ്രധാന കമ്പണൻ്റ് ആണ്, ഒരു വെല്ലുവിളിയാണ് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൗണ്ട് പൊല്യൂഷനിലൂടെ കുട്ടികളിൽ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ലോങ് റണ്ണിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ലോങ് റണ്ണിലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ സൗണ്ട് പൊല്യൂഷൻ പരമാവധി കുറച്ചുകൊണ്ട് സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ എക്സ്പ്ലോഷൻ്റെ സാധ്യതയും കുറച്ചും കൂടെ കുറയും. അപ്പോൾ ലൈറ്റിലും കളറിലും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതാണ് ആളുകൾക്ക് മോർ ഇൻട്രസ്റ്റിംഗ്. എല്ലാവർക്കും സന്തോഷകരമായി ഗാദറിങ് നടത്താൻ പറ്റും, കുടുംബങ്ങൾക്ക് ദൂരെയുള്ളവർക്കൊക്കെ വരാൻ പറ്റും, ബന്ധുക്കൾക്കൊക്കെ വീടിൻ്റെ അടുത്ത് പുരപ്പൂരം തൃശ്ശൂരിൽ വന്ന് താമസിക്കാൻ പറ്റും, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് ഡോക്ടർ ഞാൻ തിരിച്ചെത്താം. പ്രത്യേകിച്ച് ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന തരത്തിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഞാൻ മറ്റുള്ള അതികളിലേക്കൊന്ന് പോയതിന് ശേഷം ഈ പ്രൊഫസർ ജി ഗോപകുമാറുണ്ട്, അതിനു മുമ്പ് സിയാദ് റഷീദിലേക്ക് ഞാനൊന്ന് പോകുന്നു. സിയാദ് റഷീദ് ഫയർ വർക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ സിയാദ്, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്, ശരിയാണ്, നിരവധി പേരുടെ ജീവിതമാർഗമാണ്, വർഷങ്ങളായി ഈ ബിസിനസ്സിൽ ഉള്ള ഒരു കുടുംബവുമാണ് താങ്കളുടേത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആൾട്ടർനേറ്റ് ആയി ഇത്തരത്തിൽ ഒരു പ്രാചീന സ്വഭാവമില്ലാത്ത വളരെ ആധുനികമായി ഉള്ള കാര്യങ്ങളിലേക്ക് മാറുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അല്ല, അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മറ്റ് മാർഗത്തിലേക്ക് മാറണം എന്ന ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഉത്സവാഘോഷങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ വെടിക്കെട്ട് നടത്തുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ടാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആചാരപരമായ ചരിത്രപരമായ ഒരു പശ്ചാത്തലം എടുത്തു നോക്കിയാൽ 100 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള വെടിക്കെട്ട് നടത്തുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. ഈ ഒരു 100 വർഷത്തെ ഒരു പാരമ്പര്യം എടുത്തു നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന ആക്സിഡന്റ് നടന്നിട്ടുള്ളൂ. പക്ഷേ അത് അങ്ങനെ നടന്നിട്ടുള്ളൂ എന്ന് കരുതി ഞാൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല. പക്ഷെ 1-2 ആൾക്കാരുടെ കയ്യബദ്ധമോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാഹചര്യം മൂലമോ ഉണ്ടായ ഈ ഒരു അപകടം മൂലം നമ്മൾ പൈതൃകപരമായി ആചാരപരമായി അനുഷ്ഠാനപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെടിക്കെട്ടിനെ ഒരിക്കലും ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നിർത്തലാക്കാനോ അവസാനിപ്പിക്കാനോ കഴിയില്ല. പക്ഷേ താങ്കളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ ആചാരങ്ങളുടെയൊക്കെ അന്തിമ വാക്കായ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആത്മീയാചാര്യൻ ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞു, കരിയും അതായത് ആനയും കരിമരുന്നും വേണ്ട നമുക്ക് ഈ ആഘോഷങ്ങൾക്കെന്ന്. അപ്പോൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമായി ഇത്തരത്തിൽ ശബ്ദഘോഷം നമുക്കാകാം, അതിനുള്ള ആൾട്ടർനേറ്റ് മാർഗം സുരക്ഷിതമായി ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല. കാരണം നിരവധി ഇത്തരത്തിലുള്ള പ്രാചീനമായി തുടർന്നു വന്ന ആചാരങ്ങളെ പുതുയുഗത്തിനനുസരിച്ച് നാം മാറ്റിയിട്ടില്ലേ പല കാര്യങ്ങളിലും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ഗൂഗിൾ പേ വെക്കുന്നു, എന്താണ് പൈസ ശേഖരിക്കാൻ. നേരത്തെ അങ്ങനെയല്ലല്ലോ, വഞ്ചിയിൽ കൊണ്ടുവന്ന് ഇടുന്നതല്ലേ ചിട്ട. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറുന്നില്ലേ? അപ്പോൾ ആചാരത്തെ ഭംഗം വരുത്താതെ ഇത്തരത്തിൽ ആധുനിക കാര്യങ്ങൾ ഉപയോഗിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം മനുഷ്യർ താങ്കൾ നിസ്സാരവൽക്കരിച്ചു എന്നത് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഈ മനുഷ്യരിങ്ങനെ ചിന്നിച്ചിതറി മരിക്കുന്നു, നിരവധി പേർക്ക് അപകടങ്ങളുണ്ടാകുന്നു. ഇനി അപകടങ്ങൾ എന്ന് നാം പ്രഥമ ദൃഷ്ട്യാ കാണാത്ത അപകടങ്ങളുണ്ട്. 140 ഡെസിബൽ വരെയുള്ള ശബ്ദമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശുക്കൾക്കടക്കം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം അത് ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞു. അതുകൊണ്ട് താങ്കൾ അങ്ങനെ പറയുന്നത് ശരിയാണോ സിയാദ്? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ 140 ഡെസിബൽ വരെ. പക്ഷേ എക്സ്പ്ലോസീവ് ആക്ടില് അനുവദിച്ചിട്ടുള്ള ശബ്ദ പരിധിയാണ് 125 മുതൽ 140 വരെ. അപ്പൊ അത് നിയമപരമല്ല. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ ഇത് നടത്തി സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. താങ്കളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു. ഞാൻ സിയാദ് അത് ശരിയാക്കി തിരിച്ചെത്താം. സിയാദ് റഷീദ് അത് ശരിയാക്കി തിരിച്ചെത്താം. എന്തോ ഇഷ്യൂ ഉണ്ട്, ഞാൻ തിരിച്ചെത്താം. പ്രൊഫസർ ഗോപകുമാറിലേക്ക്. ശ്രീ ഗോപകുമാർ, ഇതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ടുകളുടെ കാര്യം പറഞ്ഞു. ഇത് ഇറ്റ്സെൽഫ് തന്നെ ഒരു ഫ്യുവലായി മാറും. കാരണം ഈ ഒരിക്കൽ ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് സ്പാർക്കുണ്ടായാൽ ഇതെല്ലാം ഒരു ഫ്യുവലായി മാറുകയാണ്. അപ്പോൾ ആ സ്ഫോടനം
ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നാം കണ്ടു, ഞങ്ങളുടെ റിപ്പോർട്ടർ സാരംഗൊക്കെ അവിടെ ചെന്ന് ഈ തത്സമയം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഇത് നിയന്ത്രിക്കുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 45 ഡെസിബെല്ലാണ് നമുക്ക് അനുവദിക്കപ്പെട്ട ശബ്ദം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. പക്ഷേ 120, 140 വരുമ്പോൾ അതുണ്ടാക്കുന്ന, പക്ഷേ അത് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൂടല്ലോ നമ്മുടെ ജൈവ പ്രക്രിയകൾക്ക്. അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിയമങ്ങൾ പൊളിച്ചെഴുതണമെങ്കിൽ പൊളിച്ചെഴുതണം. താങ്കളൊരു മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ, മാത്രമല്ല ഒരു കെമിസ്ട്രി അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഈ എന്താണ് ഈ ചൂട്, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ സ്ഫോടനത്തെ ബാധിക്കുമോ? പെസോ പറയുന്നത് ചൂടല്ല സ്ഫോടന കാരണമെന്നാണ്. കേൾക്കാം ജിയോസ് ഗോവ. ആദ്യമായി ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ചർച്ച ഇതിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങളൊക്കെ തിരുത്തലുകൾക്കും തിരിച്ചറിവുകൾക്കും ഒക്കെ കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചോദിച്ച പല കാര്യങ്ങളും, നമ്മളിപ്പം കഴിഞ്ഞ കുറച്ചു നേരമായി ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും ശരിക്കും നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ അറിയാൻ ഇത്തരത്തിലുള്ള ചർച്ചകളുടെ അവസരമാകുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ചോദിച്ച ചോദ്യത്തിന് ആദ്യം പറയാം. ഈ ചൂട്, അതായത് നമ്മുടെ അമിതമായ ചൂട്, അത് വെയില് ഏറ്റതുകൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കൽ വെയിലടിച്ച ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഭൗമ വികിരണമോ ഈ വെടിമരുന്ന് സാധനങ്ങളെ തനിയെ കത്തിക്കുന്നതിന്, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇഗ്നീഷന് കാരണമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് സത്യം. കാരണം ഒരു വെടിമരുന്നിന് സ്വതവേ കത്തണമെങ്കിൽ അതിന് 100-200 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒന്നും പോരാ. അതിന് മുകളിൽ 400-നും ഒക്കെ മുകളിലുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് കത്തും. അതായത് ഒരു പാത്രത്തിലിട്ട് വെടിമരുന്ന് ചൂടാക്കിയാൽ അത് കത്തണമെങ്കിൽ വളരെ ഉയർന്ന ഊഷ്മാവ് വേണം എന്നർത്ഥം. പക്ഷേ ഒരു തീപ്പൊരിയാണ് വീഴുന്നതെങ്കിൽ ഈ പറയുന്ന ഊഷ്മാവിന്റെ ഒന്നും ആവശ്യമില്ല. ആ തീപ്പൊരി വീഴുന്നത് ഒരുപക്ഷെ ഒരു മഞ്ഞുള്ള രാത്രിയിലാണെങ്കിൽ പോലും ആ ഒരു തീപ്പൊരി കൊണ്ട് ഇതിനെ കത്തിക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ടൺ കണക്കിന് സാധനം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ ഒരു ലൈസൻസിൽ അനുവദിക്കപ്പെട്ടതിലും ഉപരിയായി ഒരുപാട് സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ അത്തരത്തിലൊക്കെ വരുമ്പോൾ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മുഴുവൻ ഒറ്റയടിക്ക് തന്നെ ഒരു ഫ്യൂവൽ, ഒരു ഇന്ധനമായി മാറുകയും ഒറ്റയടിക്ക് ഒരു കത്തൽ അല്ലെങ്കിൽ ഒരു വലിയ പൊട്ടേറ്റം. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ചർച്ചകൾ കാണുന്ന പോലെ ഒരുപാട് ദുരന്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരേ കാര്യമാണ്. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ ഉറപ്പാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഈ തൃശ്ശൂര് നടന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ടു, അവിടെ ഇരിക്കുന്ന പല തൊഴിലാളികളും സീസണലായിട്ട് വരുന്ന വർക്കേഴ്സാണ്. ഇത്തരത്തിൽ പൂരം പോലെയുള്ള വലിയൊരു ആഘോഷം മുന്നോടിയായി അവരെ വിളിച്ചു വരുത്തുകയും അവർ ഈ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നും ഒരു വിദഗ്ധ പരിശീലനം ഉണ്ടാകുന്നില്ല. പരിശീലനത്തിന്റെ കുറവ് നമുക്കറിയാം, അറിവില്ലായ്മ തന്നെയാണ് പല ബന്ധങ്ങളിലേക്ക് നയിക്കും. അത് എടുത്ത് കൂടുതൽ ഒരഞ്ഞാൽ, ഒരു ഘർഷണം കൂടിയാൽ ഇത് കത്തുമോ എന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇനി അവരൊരു പക്ഷേ എന്തെങ്കിലും ഒരു സാമ്പിൾ പരിശോധന നടത്താനായിട്ട് അവരെ എത്ര അകലത്തിൽ കൊണ്ടുപോയി സാമ്പിൾ പരിശോധന നടത്തണമെന്ന് ഒരു അറിവുള്ളവരായിരിക്കണമെന്നില്ല. അത്തരത്തിൽ ഈ പറയുന്ന അവിടെ നടന്ന സംഭവത്തിന്റെ കാരണം എന്താണെങ്കിലും ശരി, അത് ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പരിശീലനക്കുറവ് അല്ലെങ്കിൽ പരിചയക്കുറവ് അല്ലെങ്കിൽ അവർക്കുള്ള അറിവിന്റെ കുറവ് ഒരു വലിയ ഘടകമാണ്. ഇനി രണ്ടാമത്, നമ്മൾ ഈ പറയുന്ന വെടിക്കെട്ട് നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇനി അത് എവിടെയെങ്കിലും ഒരു ആഘോഷത്തിന് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ ആ ശബ്ദം എന്ന് പറഞ്ഞാൽ, ശബ്ദം എന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണുകയുള്ളൂ. അതിന്റെ ഒരു ആഘാതം, ഏതൊരു ശബ്ദവും വാക്കുമാണ്. അപ്പൊ ഈ വെടിക്കെട്ടുകളുടെ ആഘാതം എന്ന് പറഞ്ഞത് നിസ്സാരമല്ല. ഈ കഴിഞ്ഞ വിഷുവിന് പോലും കേരളത്തിൽ തന്നെ ഒരു യുവാവ് കയ്യിലിരുന്നൊരു പടക്കം പൊട്ടി മരിച്ചു. അദ്ദേഹം മരിച്ചത് ആ കയ്യിലിരുന്ന പടക്കം പൊട്ടിയതിന്റെ ആഘാതം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് തട്ടുകയും ആ ശ്വാസകോശത്തിന് ആഘാതം ഏറ്റെടുത്ത് തന്നെ ആയിരിക്കണം. കാരണം വെടിക്കെട്ട് ദുരന്തങ്ങളിൽ മരണപ്പെട്ട പലരുടെയും പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നത് അത് ചവിട്ടി മെതിക്കപ്പെട്ടവരും അല്ലാത്തവരുമായ പലരുടെയും ഈ ശ്വാസകോശത്തില് ഈ റിബ്സ്, നമ്മുടെ വാരിയിൽ തറഞ്ഞു കയറിയാണ് മരണപ്പെടുന്നത്. കാരണം ഈ ഒരു ആഘാതം ഉണ്ടാക്കുന്ന, നെഞ്ചിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ, ഒരു ആന ചവിട്ടുന്നതിനേക്കാൾ വലിയൊരു പ്രഷർ ആയിരിക്കും ഉണ്ടാവും. അറിയണമെങ്കിൽ നല്ലൊരു സ്പീക്കറിന്റെ മുമ്പിൽ നിന്നാൽ പോലും ആ ശബ്ദം കൊണ്ട് തന്നെ നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന ഒരു പ്രകമ്പനം നമുക്കറിയാം, നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഉപരിയായിരിക്കും. കൂടാതെ ഈ പല സ്ഥലത്തും വെടിക്കെട്ടിനെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേര് ഗർഭം കലക്കി എന്നാണ്. അതിന്റെ അർത്ഥം തന്നെ ആ
സ്ഫോടനത്തിന്റെ ആഘാതത്തിന്റെ മുന്നിലായി ഏതെങ്കിലും ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഗർഭസ്ഥ ശിശു അവിടെ വെച്ച് മരിക്കും, അല്ലെങ്കിൽ ആ ഗർഭം നശിച്ചു പോകുന്നു എന്ന അവസ്ഥയിലേക്ക്. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രകമ്പനം എന്ന് പറഞ്ഞത് കേവലം ഒരു ശബ്ദമലിനീകരണം എന്ന രീതിയിൽ ചെവിയുടെ ഇപ്പൊ 140 ഡെസിബലിന് മുകളിലോ അല്ലെങ്കിൽ 80 ഡെസിബലിന് മുകളിൽ വന്നാൽ തന്നെ നമ്മുടെ ചെവിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ 140 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം കൊണ്ടുണ്ടാകുന്ന മലിനീകരണവും ഒരുപക്ഷെ കേൾവിക്ക് ഉണ്ടാക്കുന്ന തകരാറുകളും ഈ വെടിക്കെട്ട് നടത്തുന്ന പലർക്കും കേൾവി കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുകയും കാണുകയും ചെയ്തു. അതിലുപരിയാണ് അതിനേക്കാൾ വലിയ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ ആളിന്റെ ഒരു ജീവന് തന്നെ അപകടമാകും എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൽ നിന്ന് മാറേണ്ട ഒരു സമയമായോ മറ്റൊരു രൂപത്തിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വർണ്ണ കാഴ്ചകളിലാണ് കൂടുതൽ താല്പര്യം ആസക്തിയെങ്കിൽ ഈ ശബ്ദം ഒഴിവാക്കിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ ഒരു അജിത് ഷാ ചോദിച്ച പോലെ ഇത് ഈ വിഷയത്തില് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആകാശ കാഴ്ചയോട് വർണ്ണ വിസ്മയങ്ങളോടാണ് നമുക്ക് ആകാംക്ഷയെങ്കിൽ അല്ലെങ്കിൽ ആസക്തിയെങ്കിൽ തീർച്ചയായും അതിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. ഇതിന് തീരുമാനം എടുക്കേണ്ടുന്നത് അധികാരികളോ സർക്കാരോ ഒന്നുമല്ല. ഇതിന് തീരുമാനം എടുക്കേണ്ടുന്നത് ഈ കാഴ്ചക്കാരായ നമ്മളാണ്. അവിടെ വലിയ പൊട്ടലുകളുണ്ട്, ആഘാതമുണ്ട്, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോകണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് നമ്മളാണ്. അവിടെ നടക്കുന്ന വെടിക്കെട്ടോ എന്തോ ആയിക്കോട്ടെ, അത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണെങ്കിൽ അതിന് കാഴ്ചക്കാരെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അവിടെ നടത്തി അവിടെ നടന്നു പോയാലും ആളുകൾ പോകാത്തടത്തോളം കാലം ആർക്കും ഒരു ദുരന്തം ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്ക് പോകണം, നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശ വിസ്മയങ്ങളാണ് ഇഷ്ടം. അതാണ് ഞാൻ സിയാദിലേക്ക് തന്നെ തിരിച്ചത്. അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനായില്ല, ചില ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. സിയാദ് റഷീദ്, അങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റ് ഉണ്ട്. ഈ ശബ്ദം ഇങ്ങനെ ഭൂമി കുലുക്കുമാറുള്ള ശബ്ദം വേണ്ട, ചെറിയ ശബ്ദത്തിൽ വലിയ ഈ പടക്കം പൊട്ടുന്ന മീൻസ് ഈ വെടിക്കെട്ടിൻ്റെ അതേ സൗന്ദര്യം പുനഃസൃഷ്ടിക്കാനാകും. അതിനുള്ള ആധുനിക സംവിധാനമുണ്ട്. അതിലേക്ക് മാറാനുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ട് അതിന് നേരെ ഇങ്ങനെ സമീപനം വേണോ സിയാദ് റഷീദ്? അല്ല, എന്റെ സമീപനം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ളത്. പല പ്രാവശ്യം ഞാൻ തന്നെ ഈ തൃശ്ശൂർ പോലും തന്നെ ഞാൻ കാണാൻ പോയപ്പോ ഈ വെടിക്കെട്ട് തുടങ്ങി. അതായത് ആദ്യം ഡൈനാമിറ്റുകൾ പൊട്ടി, ആ ഡൈനാമിറ്റുകളിൽ നിന്ന് തുടക്കത്തിലുള്ള ശക്തിയേറിയ ഡൈനാമിറ്റുകളിൽ നിന്ന് ചെറിയ ചെറിയ കുഴൽ മിന്നലുകളിൽ കൂടി ഇത് തുടങ്ങി അവസാനം ഫിനിഷിങ്ങിലുള്ള ഈ പറഞ്ഞതുപോലെ ഗർഭം കലക്കിന്ന് എല്ലാവരും ഓമന പേരിൽ പറയുന്ന ഡൈനാമിറ്റുകൾ ഇതിലേക്ക് കയറി ഇത് പൊട്ടിക്കഴിഞ്ഞു. ഇത് ഒരു ഒന്നാം ഘട്ടമാണ്. ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ടിന്റെ ഒന്നാം ഘട്ടമാണ് കഴിയുന്നത്. അതായത് സൗണ്ടുകളുടെ മാത്രം മേളം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് വർണ്ണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിലയമട്ടുകളും പുതിയ രീതിയിലുള്ള കളറമട്ടുകളുടെയും അടുത്ത ഒരു സെക്ഷനാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ തിരിഞ്ഞ് ഈ തൃശ്ശൂർ പൂരം തൃശ്ശൂർ റൗണ്ടിലേക്ക് നോക്കിയാൽ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി വർണ്ണ കാഴ്ചകൾ കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കി പോവുക. അപ്പൊ അവര് വന്നത്, ഈ കാഴ്ചക്കാർ അവിടെ വന്നത് വർണ്ണ വിസ്മയം കാണാനല്ല, ഡൈനാമിറ്റുകളുടെ ശബ്ദകോശങ്ങളും കാണാനാണ് അവർ വന്നത്. അപ്പൊ അത് മാത്രം ആഗ്രഹിച്ച് വരുന്നവരാണ് അവിടേക്ക് വരുന്നത്. അപ്പൊ അത് ആവശ്യമില്ലാത്തവര് അതിനു വേണ്ടി വരുന്നില്ല അവിടെ. അപ്പം ആരാണോ ആവശ്യക്കാർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ ഈ തിരുവമ്പാടി പാറമേക്കാവുകാര് ബാധ്യസ്ഥരാണ് വെടിക്കെട്ടിലൂടെ, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിലൂടെ. അപ്പൊ കാഴ്ചക്കാര് ഡിമാൻഡ് ചെയ്യുന്നത് മാക്സിമം അവർക്ക് കൊടുക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിട്ടുള്ളവര് അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി ഈ പൂരം അവതരിപ്പിക്കുകയാണ്. പക്ഷെ അത് ഇനി വേണമോ വേണ്ടയോ എന്നുള്ളത് കാഴ്ചക്കാരായിട്ടുള്ളതും നാട്ടുകാരുമാണ് തീരുമാനിക്കുന്നത്. അങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ അത് വിട്ടു നിൽക്കുക. അങ്ങനെയുള്ള സംഭവം നടക്കുന്നിടത്ത് കാണണമെങ്കിൽ മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ പോവുക. അപ്പൊ ഇതിനകത്ത് നടക്കുന്ന അപകടങ്ങളും മറ്റും നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. മനുഷ്യജീവന് അങ്ങേയറ്റം വിലയുള്ളതാണ്. ഇത് ഏത് രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഇതിന് വേണ്ട ഒരു ക്ലാസുകൾ സേഫ്റ്റിയെ കുറിച്ചും ഇതിന്റെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനെക്കുറിച്ചും എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സിന് ഒരു മാക്സിമം. അതാണ് അത്. പക്ഷേ അത് താങ്കൾ പറഞ്ഞു പോകുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രൊഫസർ ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് മാത്രമായി വിദഗ്ധമായ പരിശീലനം ലഭിക്കാത്തവരെ തട്ടിക്കൂട്ടി കൊണ്ടെത്തിക്കുന്നുണ്ട്. പിന്നീട് ഈ അലൗഡായ ലൈസൻസ് അനുസരിച്ച് അലൗഡ് അല്ലാത്ത വെടിമരുന്നുകൾ, അത് അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് എത്ര സൂക്ഷ്മമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാനാകും, അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് ഇത് ചെയ്യാനാകും. ഇതൊക്കെ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ടോ സിയാദ്?
ഇതിനകത്ത് പറയുന്ന ഈ മേഖലയിൽ ഉപയോഗിക്കുന്ന ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം സ്റ്റോൺഷ്യൻ നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, ബേറിയം നൈട്രേറ്റ് തുടങ്ങിയ നൈട്രേറ്റ് ഘടകങ്ങളും അതിനൊപ്പം വരുന്ന അലൂമിനിയം പൗഡറിന്റെ കോമ്പൗണ്ടൻസ്, പിന്നെ ചാർക്കോൾ, കരി, സൾഫർ, ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഒരു കെമിക്കൽസും എക്സ്പ്ലോസീവ് അല്ല. എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ആവശ്യം ഈ സാധനങ്ങൾ സൂക്ഷിക്കാനോ വിൽക്കാനോ നിലവിലുള്ള ഇന്ത്യയിലുള്ള ഒരു എക്സ്പ്ലോസീവ് ആക്ടും അനുസരിച്ചും ഇതിന്റെ ഒരു ആവശ്യമില്ല, ലൈസൻസിന്റെ ആവശ്യമില്ല. ഇത് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഇത് നിയന്ത്രണ വിധേയമായിട്ടുള്ളൊരു സംഭവമാണ്, ആർക്കും മേടിക്കാനും ഉപയോഗിക്കാനും പറ്റും. ഇതൊരു എക്സ്പ്ലോസീവ് അല്ല എന്ന് പറയുന്നു. പക്ഷെ ഇത് ഒരു പ്രത്യേക റേഷ്യോയിൽ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോഴാണ് ഇത് എക്സ്പ്ലോസീവ്, അതായത് സ്ഫോടക സ്വഭാവത്തിലേക്ക് ഇത് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിയാദ് ഈ അങ്ങനെ നിസ്സാരവൽക്കരിക്കുക. അത് ലോകത്തുള്ള എല്ലാ കെമിക്കലുകളും അങ്ങനെയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് H2O നമ്മുടെ വെള്ളമാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ളതാണ്. പക്ഷേ ആ H2Oയിലെ ഹൈഡ്രജനും ഓക്സിജനും വെവ്വേറെ ആക്കിയാൽ ഹൈഡ്രജൻ വലിയ സ്ഫോടന വസ്തുവാണ്. ഓക്സിജൻ ആകട്ടെ അത് ഊർജ്ജത്തെ കത്തിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ തീയെ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അതേ വെള്ളത്തിൻ്റെ തന്നെ കോമ്പൗണ്ട് ഉപയോഗിച്ച് തീ ഒരു സ്ഫോടനമാക്കി മാറ്റാനാകും. അപ്പോൾ അതുകൊണ്ട് ആ കെമിക്കൽ കോമ്പൗണ്ടുകളുടെ കാര്യം ആ രീതിയിൽ താങ്കൾ പറയുന്നത് അതൊരു തെറ്റായി നയിക്കലാണ്, ഒരു മിസ്ഗൈഡാണ് അത്. ഒരിക്കലുമല്ല. ഞാൻ ഈ കെമിക്കലുകൾ സെപ്പറേറ്റ് ഇരിക്കുമ്പോൾ അത് എക്സ്പ്ലോസീവ് ആയിരിക്കാം, പക്ഷേ അത് കൂട്ടിച്ചേർന്നാണല്ലോ ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ H2Oയുടെ കാര്യം പറയുന്നത്. നമ്മുടെ വെള്ളം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിന് ഒരു കെമിക്കലിന് ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മാനുഫാക്ചറിംഗ് ലൈസൻസിന്റെ മാക്സിമം ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ പരിധി എന്ന് പറഞ്ഞാൽ 15 കിലോയാണ്. പക്ഷേ അതേ സമയത്ത് അയാളുടെ ഇൻഗ്രീഡിയൻറ്റ് ഷെഡിൽ ഇതിന് വേണ്ടുന്ന കെമിക്കൽസ് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് അത് സൂക്ഷിക്കാൻ പറ്റും ലൈസൻസിക്ക്. പക്ഷേ ഇതിൽ നിന്ന് 15 കിലോ മാത്രമേ ഒരു സമയം എടുത്ത് നിർമ്മിക്കാൻ പാടുള്ളൂ. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് 15 കിലോ മാത്രമേ അതൊക്കെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളായിരിക്കാം. പക്ഷെ അതിന് ലംഘിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അലൗഡ് അല്ലാത്ത അളവിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് അതിലേക്ക് എത്തുകയാണ്. അതായത് കെമിക്കൽസ് ഇഷ്ടം പോലെ എക്സ്പ്ലോസീവ് അല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ മാക്സിമം പരിധി എന്ന് പറയുന്ന 15 കിലോയ്ക്ക് അപ്പുറം പോകുമ്പോഴാണ്, ഒരു സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടായാൽ 15 കിലോയിൽ കൂടുതൽ പൊട്ടുമ്പോഴാണ് ഈ അപകടത്തിന്റെ ആഘാതത്തിന്റെ ഇത് പരിധി വിട്ടുപോകുന്നത്. ഇവിടെ സംഭവിച്ചതും അതാകാനാണ് സാധ്യത. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ മുൻകൈ എടുത്ത് യഥാവിധി ഇതുപോലുള്ള വലിയ വെടിക്കെട്ടുകൾ നടക്കുന്ന സൈറ്റിൽ നിരന്തരം പരിശോധന നടത്തുകയും ഇതിൽ കൂടുതൽ ഈ പറയുന്ന അളവിൽ കൂടുതലുള്ള സാധനങ്ങൾ ഒരു സമയത്ത് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും വേണ്ട. ഇതിപ്പം ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് 1 മാസത്തിന് മുമ്പ് അവിടെ ഒന്ന് പരിശോധിച്ചു. അത് അന്നത്തോടുകൂടി ആ പരിശോധന പൂർണ്ണമായി ഇനി എല്ലാം സേഫ്റ്റി ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇത്രയും വലിയ ഒരു വെടിക്കെട്ടാണ് നടക്കുന്നത്, ഇത്രയും അധികം സാധനങ്ങൾ ഒരു സമയത്ത് നിർമ്മിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നിരന്തരം അവിടെ പരിശോധന നടത്തുകയും ഈ പറയുന്ന ലൈസൻസുകൾക്കും കോൺട്രാക്ടുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയും ഒരു സമയത്ത് 15 കിലോയിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ലെന്ന് കർശനമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ഈ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ശരി, ശ്രീ ഡോക്ടർ ബി ചക്രവാണി, ഇത് എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും നിരവധി പേരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയായിരിക്കും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ക്യൂസായിട്ടാണ്. കാരണം ഇത് നിലനിൽക്കണം, മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് പോകരുത് എന്ന ഒരു വാശിയായി അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് തോന്നി. വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരുത്തിയാൽ ഞാൻ മാറാം. പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേറെ മനുഷ്യരുടെ ജീവിത പ്രശ്നവും ഇങ്ങനെ ലഘൂകരിച്ച് നമുക്ക് കാണാനാകുന്ന ഒന്നാണോ? അദ്ദേഹത്തെ തിരുത്തേണ്ടതുണ്ടോ സിയാദ് റഷീദിനെ? അത് അല്ല എന്നുള്ളത് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ വളരെ ക്ലിയറാണ്. ഇത് ബേസിക്കലി 2-3 കാര്യങ്ങളാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നേരത്തെ നമ്മുടെ വിദഗ്ധമായ പാനലിസ്റ്റുകളിൽ ഒരാൾ പറഞ്ഞ മാതിരി
ഒരിക്കലും ഈ ടെമ്പറേച്ചർ കൂടുന്നത് കാരണം ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ ഒരു വേർഡ് ആരോ യൂസ് ചെയ്യുന്ന ഇവിടെ കണ്ടു. അതുകൊണ്ടൊന്നും ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത സാധാരണഗതിയിൽ കുറവാണ്. അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഏകദേശം ഒരു മുണ്ടത്തിക്കോട് ഭാഗത്തെ ഇന്നലത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു 35 ഡിഗ്രി to 36 ഡിഗ്രിയാണ് മാക്സിമം. ഹ്യൂമിഡിറ്റി ഹൈ ഹ്യൂമിഡിറ്റിയാണ്, ഒരു 65% to 70% ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കെമിക്കൽസും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന തന്നെ പൊട്ടിത്തെറിക്കില്ല. അതിന് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഇല്ലാണ്ട്, അത് ഘർഷണമാകാം, ഫ്രിക്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു തീപ്പൊരി ആകാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ആകാം. ഈ രണ്ട് മെറ്റൽ പാർട്ട് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഘർഷണം മതി, ആ ഫ്രിക്ഷൻ മതി, ഒരു പക്ഷേ തീപ്പൊരി ഉണ്ടായിക്കൂടെ? മതി. അത് എക്സ്റ്റേണൽ എന്ന് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പൊട്ടൊന്നുമില്ല. അതിനൊരു എക്സ്റ്റേണൽ എന്തൊരു ഫോഴ്സിങ് വേണം. ഒന്നെങ്കിൽ ഘർഷണത്തിൽ കൂടെ ഉണ്ടാകുന്ന തീയാകാം, അല്ലെങ്കിൽ പൊരിയാകാം, അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ വരും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്, ഈ എല്ലാ കെമിക്കൽസും അതാത് അളവുകളിലാണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. അലൗഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്ന പാരി തന്നെ എക്സോതെർമിക് ആയിട്ടുള്ള പല കെമിക്കൽസും ഈ പൊട്ടുന്നതിൻ്റെ രൂക്ഷത കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാമെന്നാണ് കെമിസ്ട്രി അറിയുന്ന ആർക്കും അറിയുന്നത്. അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷേ യൂസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനത്തെ കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം ക്ലോറൈഡ്സും ബാക്കി പലതൊക്കെ മിക്സ് ചെയ്ത്, സൾഫറൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ സാധാരണഗതിയിൽ നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചറിൽ തന്നെ ചെറിയൊരു ഇഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്ഫോടനാത്മകമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകണമെങ്കിൽ ഈ റിപ്പോർട്ടുകൾ വ്യക്തമാകുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. കാരണം അത് കംപ്ലീറ്റ്ലി അവിടെ നാമാവിശേഷമായി ഒരു 2-3 മണിക്കൂർ ആർക്കും അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്, സീസണലാണ് ഈ വർക്ക് മുഴുവൻ. ഈ വർക്ക് സീസണൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ജോലി ചെയ്യുന്ന അന്നത്തെ അഷ്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒന്നും ഇതിൽ എക്സ്പേർട്ട് ആയിക്കൊള്ളുന്നില്ല എല്ലാവരും. അപ്പോൾ അവർക്ക് എത്രത്തോളം ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലൈസൻസി പാലിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ആ വർക്കേഴ്സിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു ഗ്രേ ഏരിയ തന്നെയാണ്. അത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഒന്നും വേണ്ട, ഒരു സിഗരറ്റ് വലിച്ച് ഇടുന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ തീപ്പൊരി പോലും ഇതിനൊക്കെ ബാധകമാകും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ക്ലൈമറ്റിൻ്റെ വെതർ ചേഞ്ചിൻ്റെ കാര്യത്തിൽ പൊട്ടിത്തെറിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പലപ്പോഴും പല തിയറീസും അതുമാതിരി പറഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട്. ആ സ്പാർക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി അശ്രദ്ധ മൂലമാണോ, അതോ ഇപ്പോൾ എനിക്ക് തോന്നുന്ന KSEBയുടെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കം ഇതിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട്. വല്ല ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണോ അല്ലേ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് എൻ്റെ സുഹൃത്ത് ഇവിടെ പറയുന്നത് കേട്ടു, ഇത് ആചാരങ്ങളോട് ബന്ധപ്പെട്ടാണത്. അത് കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കോട്ട് ചെയ്തു, കരി വേണ്ട കരിവീരൻ വേണ്ടെന്ന്. ഇത് രണ്ടും അപകടകാരികളാണ്. ഈ ഒരു ചരിത്രം, ഈ ആചാരം നമുക്ക് എത്ര കൊല്ലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു 100-150 വർഷത്തിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്പലങ്ങളും ഉത്സവങ്ങളോടനുബന്ധിച്ച് ആനെഴുന്നള്ളിപ്പില്ല, ഒരമ്പലങ്ങളിലും ഉത്സവങ്ങളോടനുബന്ധിച്ച് കരിമരുന്ന് പ്രയോഗമില്ല. അപ്പോൾ ഒരു 150 കൊല്ലത്തെ ചരിത്രമാണ് ഇതിൽ നമുക്കുള്ളത്. അതിനും മുമ്പത്തെ ചരിത്രങ്ങളിൽ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമ്മൾ ആചാരത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന യാതൊരു ജസ്റ്റിഫിക്കേഷനും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ളത്? പൊതുജനം തന്നെയാണ് ആദ്യം ഇതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് വരുന്നതിന് മുമ്പേ പൊതുജനങ്ങളെ നമ്മൾ ബോധവൽക്കരിച്ച് അവരുടെയും കൂടി കൺസെൻസസ് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. പണ്ട് 1978 തൃശ്ശൂർ പൂരത്തിൻ്റെ ടൗണിൽ വെച്ചിട്ട് ഒരു അപകടമുണ്ടായപ്പോൾ അന്നത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിസിലാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് നമുക്ക് വെടിക്കെട്ട് ഇത്രയും ജനസാന്ദ്രത കൂടിയ തൃശ്ശൂർ ടൗണിൻ്റെ നടുക്കിൽ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ച് നടത്തുന്നു? നമുക്കത് നടത്താം. നമുക്ക് വേണമെങ്കിൽ പുഴയ്ക്കൽ പാടം എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്ത് വിസ്തൃതമായി തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഇത് ചെയ്തോടെ എന്ന് ചോദിച്ചിട്ട് അതിനുപോലും ആരും തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ആചാരത്തിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ ഈ പറയുന്ന ഒന്നും അതിനെ സാധൂകരിക്കുന്നതല്ല. ഇത് തിരുത്തി എഴുതേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നേരത്തെ ഇവിടുത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ മാതിരി ഓൾട്ടർനേറ്റീവായിട്ട് ടെക്നോളജിയിൽ ചൈനയിലും അവിടെ ഇവിടെയൊക്കെ നടത്തുന്ന ലേസർ ഷോ അടക്കമുള്ള ഒരുപാട്
മറ്റേ നമുക്ക് പാരലായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, അതിലേക്ക് പോകേണ്ട കാലം നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞു. അതിന് ഒരു എക്സ്ക്യൂസും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കർശനമായ നിയമങ്ങൾ പാലിക്കുകയും കർശനമായ ഒരു ബോധവൽക്കരണത്തിലൂടെ ഇത് മാറ്റി ചിന്തിക്കേണ്ട ഇതുമാതിരി തന്നെയാണ് ഞാൻ കരിമരുന്നിൻ്റെ മാരിമാരെ കരിവീരന്മാരെ എഴുന്നള്ളിച്ച് ഈ ചൂടത്ത് 10-36 മാനകൾ അവർ വിരണ്ടോടുന്ന ഒരു കാലം. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറമേക്കാവിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടത് കരിമരുന്ന് പ്രയോഗം മാറ്റി നിർത്തി ബാക്കി പൂരം മുഴുവൻ ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ്. അതിലും കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊതുജനം അത് ചിന്തിച്ചിട്ട്, വളരെ സെൻസിറ്റീവാണെന്ന് ഞാൻ അഗെയിൻ പറയുന്നു, ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ഈ പൂരങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന മലയാളി, അതിലും പ്രത്യേകിച്ച് തൃശ്ശൂർകാർ പൂരത്തിൻ്റെ ഒരു ഹര ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ താങ്കളൊരു തൃശ്ശൂരുകാരൻ കൂടിയാണ്. അപ്പോൾ താങ്കൾ മുമ്പോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശത്തെ ആ അർത്ഥത്തിൽ തന്നെ കാണുന്നു. ശ്രീ ഡോക്ടർ ജയപ്രകാശ്, എന്താണ് നമുക്ക് അറിയാം, ഇപ്പോൾ സിയാദ് റഷീദ് പറഞ്ഞതിൽ പല വിയോജിക്കേണ്ട ഘടകങ്ങളുണ്ട് എങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ അന്നവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ആൾട്ടർനേറ്റിലേക്ക് മാറാനുള്ള പല വിധത്തിലുമുള്ള ഇനർഷ്യയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ലേസർ ആധുനിക സംവിധാനം, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, ഈ അപകടം വരുന്ന ഘട്ടത്തിൽ മാത്രമാണ്. അതുവരെ ഈ ഉത്സവപ്രേമികളായാലും ഇത്തരത്തിൽ ആഘോഷപ്രിയരായാലും ഈ സ്ഫോടനം ഭൂമി കുലുക്കുമാറ് വേണം എന്ന് തന്നെ ആവശ്യപ്പെടുന്നവരാണ്. ഇത് കുറഞ്ഞു പോയാൽ പരിഭവം പറയുന്നവരാണ്. ഇങ്ങനെ അപകടം ഉണ്ടാകുന്ന ഒരു വൈകാരിക തള്ളിച്ചയിൽ അവരിതിനെയൊക്കെ തള്ളിപ്പറയും. പക്ഷേ അതിനെ കൃത്യമായി ചൂഷണം ചെയ്ത് ബോധവൽക്കരിക്കാനുള്ള ഒരു സമയവും ഇടവുമായി എങ്ങനെ അധികൃതർ എടുക്കുന്നു, അല്ലെങ്കിൽ ദേവസ്വങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഉത്സവ കമ്മിറ്റികൾ എടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിലെ പ്രധാനമായ വശം. എന്താണ് ഇതിൻ്റെ മനോനില? ഈ മനോനില ഏത് ഘട്ടത്തിലാണ് മാറുന്നത്? കാരണം എനിക്ക് ഓർമ്മയുണ്ട്, പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ 110 പേരോളം മരിച്ച് അവരുടെ മണ്ണുണങ്ങും മുമ്പ്, അവരുടെ ചിതകെടും മുമ്പാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ടോടുകൂടി അന്ന് നടത്തിയത്, തൊട്ട് പിറ്റേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിറ്റേ ആഴ്ചകളിൽ. അപ്പോൾ മനുഷ്യന് മാറാനും ചിന്തിക്കാനും വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അത് ഉപയോഗിക്കണമെന്നാണ്. എങ്ങനെയാണ് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ കൂടിയായ താങ്കളുടെ സമീപനം ഈ വിഷയത്തിൽ? അല്ല, ഇതിൽ സാധാരണഗതിയിൽ ഇത് ഇപ്പം ഈ ആളുകൾക്ക് ഇതാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞങ്ങളത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ജനങ്ങളുടെ പേരിലുള്ള, സാധാരണ അജ്ഞരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ പേരിലുള്ള ഒരു മുതലെടുപ്പായിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ യഥാർത്ഥത്തിൽ. അത് ഈ സംവിധായകർ, ഈ കമേഴ്ഷ്യൽ ഫിലിം എടുക്കുന്ന, ഈ സ്റ്റണ്ടും ഇടിയും സെക്സും ഒക്കെ കാണിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർ പറയും, ഞങ്ങൾ ജനങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണിത്. ജനങ്ങൾക്ക് ശബ്ദമാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആരാ പറയുന്നത്? അങ്ങനെ വളരെ ചെറിയൊരു ഇത് മറിച്ച് എങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ നടത്തിപ്പുകാരാണ് ഇത് ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൂടുതൽ അപകടകരമായ തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ശബ്ദം മലിനീകരണ, ശബ്ദം എത്രത്തോളം ചെവി പൊട്ടുമാറുള്ള രീതിയിലുള്ള സൗണ്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഇഷ്ടമെന്ന് ജനങ്ങളിവിടെ ഓരോരുത്തർക്കും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ജനങ്ങളെ അത് ബോധവൽക്കരിച്ചും കൊണ്ട് ആ രീതിയിലേക്ക് നമുക്ക് മാറാനാണ് കഴിയേണ്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്സ്പ്ലോസീവ്സ് തന്നെ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാൻ, നിശ്ചിത ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള അലൗഡ് എമൗണ്ട് ആണോ ഉപയോഗിക്കുന്നത്, അലൗഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണോ ഉപയോഗിക്കുന്നത്. ഇത്തരം വെടിക്കെട്ട് പുരകളിൽ നടക്കുന്ന മിശ്രിതങ്ങളും ആക്ടിവിറ്റീസ് ഏകദേശം ഒരാഴ്ച മുമ്പ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. അവിടങ്ങളിൽ നമ്മൾ പരിശോധന നടത്തിയോ? പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ടാണോ ഈ പ്രവർത്തനം അവിടെ നടക്കുന്നത്? ഉപയോഗിക്കുന്ന കണ്ടൻസിൻ്റെ കാര്യത്തിൽ, കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ കാര്യത്തിൽ, അളവിൻ്റെ കാര്യത്തിലൊക്കെ എത്രത്തോളം പറയുന്ന രീതിയിലുള്ള നിബന്ധനകൾ പാലിച്ചിട്ടാണോ ഇത് നടപ്പിലാക്കുന്നതെന്ന് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ. അത് അങ്ങനെ പരിശോധന നടത്തുന്നുണ്ടോ? അങ്ങനെ പരിശോധന നടത്തണം. ഡോക്ടർ ജയപ്രകാശ്, അത് ശരിയാണ്. അങ്ങനെ പരിശോധനകൾ നടത്തണമെന്ന് പറയുമ്പോൾ തന്നെ ചില പരിമിതികളുണ്ട്. നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യം അതനുസരിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു തവണത്തെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും പൂരം. ആ പൂരം ഈ വിധത്തിൽ, അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളെ അട്ടിമറിക്കാനായി പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗിച്ചു. ആംബുലൻസ് ഉപയോഗിച്ചു, അതിൻ്റെ പേരിൽ പല ഗിമ്മിക്കുകളും കാട്ടി, അതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യത ഒരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് അതിൻ്റെ ഓരോ ദൃശ്യങ്ങളും പുറത്തു വരികയും വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് താമസിച്ചു. അപ്പോൾ ഇതൊക്കെ സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് ഈ നിയമാവലികൾ പാലിക്കാനോ അല്ലെങ്കിൽ പാലിക്കപ്പെടാനോ അധികൃതർക്ക് നിർബന്ധിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട്. അവിടെയാണ് ഇത് ഉള്ളുകൊണ്ട് മാറണമെന്ന് പറയുന്നത്. ഡോക്ടർ ജയപ്രകാശ്.
അല്ല 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 ഈ പരിമിതികളുണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അങ്ങനെ പരിമിതികളുണ്ടെന്ന്, കാരണം ഇതിൽ അൾട്ടിമേറ്റ്ലി ആൻസർ പറയേണ്ടുന്നത് അധികാരികളാണ്. അപ്പോൾ അവിടെ ഈ നിബന്ധനകൾ പാലിക്കപ്പെടേണ്ട, ഇൻസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അത് പരിശോധിക്കപ്പെടുകയും തന്നെ വേണം. ഓർമ്മയില്ലേ പൂരം കലക്കാൻ ശ്രമിച്ച ഘട്ടമൊക്കെ ഓർമ്മയില്ലേ? അല്ല എനിക്ക് ഓർമ്മയുണ്ട്. അതല്ല ഞാൻ പറയുന്നത്, ഈ നിബന്ധനകൾ പാലിക്കണമെന്നുള്ള നിബന്ധനകളെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നാട്ടിൽ പൊതുവിൽ നടത്തേണ്ടതുണ്ട്. നിബന്ധനകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഈ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. എനിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ നിബന്ധനകൾ പാലിച്ചു കൊണ്ടുള്ള രീതിയിലുള്ള ഈ നിലവിലുള്ള കരിമരുന്ന് പ്രയോഗത്തിൽ നിബന്ധനകൾ പാലിച്ചും കൊണ്ട് ലൈറ്റിനും നിറത്തിനും പ്രകാശത്തിനും നിറത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എക്സ്പ്ലോസീവ് നിബന്ധനകളോടുകൂടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലേസർ ഷോയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ സിഡ്നിയിൽ ചൈനീസ് ഡേയുടെ അന്ന് അവിടെ നടത്തിയ 2011 ഞാൻ 15 ഓസ്ട്രേലിയ പോയപ്പോൾ അവിടെ വെച്ച് കണ്ട 2-3 മണിക്കൂറോളം നീണ്ടു നിന്ന നല്ല വെടിക്കെട്ട് ഷോ. അതിൽ സൗണ്ടും ഉണ്ട്, പ്രകാശമുണ്ട്, നിറങ്ങളും ഉണ്ട്. വളരെ സുന്ദരമായ വെടിക്കെട്ട് ഷോ, ലേസർ ഷോയിൽ അറേഞ്ച് ചെയ്ത് നല്ല ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നത് അത് നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കും. ആയിരിക്കും അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. ചെലവ് കൂടുതലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞുകൂടാ. ശ്രീ സിയാദ് റഷീദ്, നിങ്ങൾക്ക് ഈ ആധുനിക സൗകര്യത്തിലേക്ക് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ അതിന് നിങ്ങൾ പറയുന്ന ഓരോ കാരണവും മലിനീകരണം എന്ന നിലയിൽ പുതുതലമുറയെയും മറ്റു മനുഷ്യരെയും, പിന്നീട് ഇതിൽ ജോലി നോക്കുന്നവരെയും മറ്റു മനുഷ്യരെയെല്ലാം അവരുടെയൊക്കെ ജീവൻ അപകടത്തിലാക്കുന്നതാണ്. അത് ശരിയാണോ? ഈ ആധുനിക രീതിയിലുള്ള സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ഇതിനുള്ള പ്രേക്ഷകരുടെ ഒരു ആവശ്യം കൂടെ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ, അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഫയർവർക്സ് ഡിസ്പ്ലേ, അതിന് എത്രത്തോളം കാണികൾ കിട്ടും എന്നുള്ള ഒരു ഉറപ്പില്ലാത്തടത്തോളം ഇത് ശരിക്കും ഏത് തരത്തിലുള്ള ഒരു വെടിക്കെട്ട് വേണം എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും ആ ഉത്സവ കമ്മിറ്റിക്കാരാണ്. അപ്പൊ അവരുടെ ആവശ്യം ഞങ്ങളോട് പറയുമ്പം അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ അവിടെ സപ്ലൈ ചെയ്യുകയാണ് ഈ മാനുഫാക്ചറിങ് മേഖലയിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഒരു എമൗണ്ടിനുള്ള ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, അത് തരാൻ പറ്റത്തില്ല. നമുക്ക് സിഡ്നിയിലോ ഓസ്ട്രേലിയയിലോ നടന്നതുപോലുള്ള ഡിജിറ്റൽ വെടിക്കെട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന അഭിപ്രായമുള്ള ആൾ മാറ്റി നിർത്തി പരമ്പരാഗതമായ വെടിക്കെട്ട് ചെയ്യുന്നവരുടെ ഒരു അത്തരത്തിലൊരു വെടിക്കെട്ട് നടത്തുന്ന ആളിനെ തേടി പോവുകയാണ്. അപ്പം കയ്യിലുള്ള ഒരു കസ്റ്റമറെ കളയാൻ നോക്കാതെ ഇത്തരത്തിലുള്ള പരമ്പരാഗത വെടിക്കെട്ട് ആവശ്യപ്പെട്ട് വരുന്ന സിയാദ് റഷീദ്, ഈ മനുഷ്യരിങ്ങനെ മരിച്ച് നമുക്ക് ഒപ്പം കിടക്കുമ്പോൾ ഈ സമയത്ത് ഈ പരമ്പരാഗതമായ താല്പര്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റൊരു വശം ചിന്തിക്കാൻ ജനങ്ങൾ പ്രേരിതമാകുന്ന ഘട്ടത്തിൽ, ഇപ്പോൾ ഈ വെടിക്കെട്ടൊക്കെ ഒഴിവാക്കാനാണ് ഈ പൂരപ്രേമികൾ പോലും ഇപ്പോൾ ആലോചിക്കുന്നത്. അതൊക്കെ അവരുടെ ദേവസ്വത്തിലൊക്കെ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ നാളെ അതിൻ്റെ അന്തിമ തീരുമാനം വരും. എങ്കിലും അവരിപ്പോൾ അത് വേണ്ട എന്ന് തിരുവമ്പാടി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു ഘട്ടത്തിലും അതെല്ലാം വിട്ടുകൊടുക്കില്ല, ഇത് വെടിക്കെട്ട് നടത്തണം എന്നൊരു മനോഭാവം ശരിയാണോ? ആരുടെ മതിലിടിഞ്ഞാലും എൻ്റെ വണ്ടി കാർപോർച്ചിൽ കയറി കിടക്കണം എന്ന മനോഭാവം ശരിയാണോ ശ്രീ സിയാദ് റഷീദ്? നമുക്കൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയില്ലേ? തൃശ്ശൂർ പൂരം ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ തൃശ്ശൂർ പൂരം നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു പൊരുളെന്ന് പറയുന്നത് ഈ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സപ്ലയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഇത്തരത്തിൽ ശബ്ദവും വർണ്ണവും അതിൻ്റെ ആസ്വാദ്യമായ ശബ്ദവും വർണ്ണവും മറ്റതിൻ്റെ എല്ലാവിധ എഫക്റ്റുമുള്ള ലേസർ മറ്റ് മാർഗങ്ങളുണ്ടല്ലോ, അതിലേക്ക് മാറുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? അത് ചിലവ് കൂടുതലായതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തുടർന്ന് വന്നതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ അതിലുണ്ടാകുമോ? അത് എന്താണ് അതിൻ്റെ തടസ്സമായി താങ്കൾ പറയുന്നത്? ഈ ജനങ്ങളുടെ ആഗ്രഹം അത് വിടൂ, അത് അവർ മാറാൻ തയ്യാറാണെങ്കിലോ? അവർ മാറാൻ തയ്യാറാണെങ്കിൽ കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. കമ്മിറ്റിക്കാർ, ഉത്സവ കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ കമ്മിറ്റിക്കാരാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലുള്ള വെടിക്കെട്ട് വേണം, ലേസർ വേണോ, പരമ്പരാഗതമായിട്ടുള്ളത് വേണോ.
എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് കാശ് മുടക്കുന്നത്. അല്ല, ഇൻവെസ്റ്റ് ഈ ചെയ്യുന്നവരാണ് ഏത് ലേസർ, അതായത് തരത്തിലുള്ള ഇപ്പോൾ സിഡ്നിയിലെയും ബീജിംഗിലും മീൻസ് ചൈനയിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ അനുഭവം കണ്ടവർ, അതുമാത്രമല്ല നിരവധി പേർ പറയുന്നുണ്ട് ദുബായിലടക്കം വളരെ അപകടരഹിതമായി ഇത്തരം പരമ്പരാഗത വെടിക്കെട്ടിനേക്കാൾ ഗംഭീരമായ അനുഭവമാണ് അത് നൽകുന്നതെന്ന്. അപ്പോൾ അത് ചെയ്താൽ എന്താണ് പ്രശ്നം? ഈ ഏതാണ് ഗംഭീരം, ഏതാണ് പിന്നെ നല്ലത്, അല്ലെങ്കിൽ ഏതാണ് മോശം എന്ന് ഇവിടെ മാർക്കിടുന്നതിന് മുമ്പ് ആവശ്യക്കാര് ആണ് തീരുമാനിക്കേണ്ടത്. സിഡ്നിയിലെ പോലുള്ള പരമ്പരാഗത അത് വേണോ, നമ്മുടെ പിന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വെടിക്കെട്ട് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. ഞങ്ങള് ആവശ്യക്കാർക്കുള്ളത് കൊടുക്കുക മാത്രമാണ്. നാളെ അല്ല, ഒരു അങ്ങനെ സമയത്ത് അങ്ങനെ ഒരു എല്ലാവരും കച്ചവടത്തിൻ്റെ മാനം മാത്രമേ താങ്കൾക്കുള്ളൂ? ഒരു സാമൂഹിക പ്രതിബദ്ധത, ഒരു പൗരനത ബോധമില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡോക്ടർ പറഞ്ഞു ഗർഭസ്ഥ ശിശുവിന് വരെ അപകടമാണെന്ന്. നമുക്ക് താങ്കൾക്കടക്കം എല്ലാവരുടെയും വീട്ടിലും ഇത്തരത്തിൽ ഉള്ള അവസ്ഥ ഉള്ളവരൊക്കെ ഉണ്ടാകില്ലേ? അപ്പോൾ അവർക്കൊക്കെ അപകടമാകുന്ന ഒരു സാധനം എൻ്റെ ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കും എന്നൊരു അടവൻ സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമോ സയ്യാദ് റഷീദ്? ജനങ്ങൾ കാണുന്നതായിട്ടാണ് ഞാൻ ചോദിച്ചത്, മറ്റു ബുദ്ധിമുട്ടൊന്നും. ഇതിനകത്ത് ഇതിനകത്ത് ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ഒരു പിന്നെ അമ്പലത്തിലോ പള്ളിയിലോ ഒരു വെടിക്കെട്ട് നടക്കുമ്പോൾ ആദ്യം ഈ കമ്മിറ്റിക്കാർ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്, ഇന്ന ഐറ്റംസ് വേണമെന്ന്. അതിലൊരിക്കലും ഈ കരാറുകാരന് ഒരു എഡിറ്റിംഗ് പറ്റത്തില്ല. ആ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനം മാത്രം ചെയ്യുന്നതിന് ഇത്ര രൂപ എന്നുള്ളൊരു കരാറാണ് ഇവര് തമ്മിൽ വരുന്നത്. ഈ വെടിക്കെട്ടിന്റെ പൂർണ്ണമായ അധികാരി, ആ സ്ഥലത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഈ നടത്തിപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് ആയിരിക്കും. ആ സെക്രട്ടറിയാണ് ഏത് തരത്തിലുള്ള വെടിക്കെട്ടാണ് വേണ്ടതെന്നും ഈ പറയുന്ന സാമൂഹിക പിന്നെ ബാധ്യതയൊക്കെ അവരാണ് കറക്റ്റാണ്. ശ്രീ ജി ഗോപകുമാർ, അതാണ് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലാണ് ഈ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഈ ഫയർ വർക്ക് മർച്ചൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാരണമൊക്കെ ഈ നടത്തിപ്പുകാരുണ്ട്, അവരാവശ്യപ്പെടുന്ന അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങൾ കച്ചവടക്കാരാണ്. ആ പറയുന്നതിലൊരു യുക്തിയില്ലേ ഗോപകുമാർ? തീർച്ചയായും അവിടെ ഒരു ഈ നടത്തിപ്പ് എന്നുള്ളതിലുപരി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണോ ഇതിന്റെ ഗുണഭോക്താവ് അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വരും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോകുമ്പോൾ ആ തരുന്ന സാധനത്തിന്റെ പുറത്ത് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. കൂടാതെ കടക്കാരൻ നമുക്ക് ഒരുപാട് ഓഫറുകളും അല്ലെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയായിരിക്കും ആ സാധനം തരുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ശരി, ഈ സാധനം ശരിയായ രീതിയിൽ സ്വീകരിക്കേണ്ടുന്നതും ഇതിന്റെ ഗുണദോഷങ്ങളെ പറ്റി മനസ്സിലാക്കി അത് ഉപയോഗിക്കേണ്ടുന്നതും അൾട്ടിമേറ്റ്ലി ഞാനാണ്, അല്ലെങ്കിൽ ആ കസ്റ്റമറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സ്ഥലത്ത് ഒരു വെടിക്കെട്ട് നടക്കുന്നു അല്ലെങ്കിൽ നിർമ്മാണം നടക്കുന്നു, അതിന്റെയൊക്കെ ഒരു ഗുണഭോക്താവായി മാറുന്ന ഒരു സാധാരണ പൗരൻ, അദ്ദേഹത്തിനാണ്, അവർക്കാണ് ഈ കാര്യത്തിൽ ഒരു ബോധം വേണ്ടുന്നത്. ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണോ, ഇത് കാണാൻ പോകണോ വേണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ 1884 ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ എക്സ്പ്ലോസീവ് ആക്ട് വരുന്നത്. അതിനുശേഷം പലതവണയായി അതിനകത്ത് ചട്ടങ്ങൾ, റൂൾസ് നിർമ്മിച്ചു. ഏറ്റവും അവസാനം ഇപ്പം നിലവിലുള്ള റൂൾസ് 2008 റൂൾസാണ്. ആ റൂൾസിൽ ഒരു ചെറുകിട കച്ചവടക്കാരിൽ തുടങ്ങി നിർമ്മാണ ഘട്ടങ്ങളിലൂടെയും ഡിസ്പ്ലേ, അതായത് കരിമരുന്ന് പ്രയോഗം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പരിപാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടുന്ന നിയമവശങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം പറയുന്ന പോലെ മനുഷ്യന്റെ ജീവനെ വില കൊടുത്തുകൊണ്ട് നടപ്പിലാക്കേണ്ടുന്ന നിയമങ്ങൾ തന്നെയാണ്. അപ്പൊ അതില് ഇപ്പം ഡിസ്പ്ലേ നടക്കുന്ന സ്ഥലത്ത്, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളും തമ്മിൽ ചുരുങ്ങിയത് 100 മീറ്റർ, അതായത് 300 അടിയിൽ 330 അടി അകലം പാലിക്കണം എന്നാണ് പറയുന്നത്. ഇത് പാലിക്കേണ്ടുന്ന ബാധ്യത ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബാരിക്കേഡ് കെട്ടിയാൽ പോലും അതിനുള്ളിലേക്ക് ചിലപ്പോൾ ആളുകൾ കയറാനുള്ള വ്യഗ്രത ഉണ്ടാവും. അപ്പൊ ഈ ചെല്ലുന്ന ആള്, ഞാനാണ് മനസ്സിലാക്കേണ്ടുന്നത് ഇതിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന്, ഇത് ഈ പറയുന്ന അകലം ഞാൻ പാലിക്കേണ്ടതാണെന്ന്. അപ്പൊ അത്തരത്തില് ഒരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായും ഏറ്റവും അവസാനം വന്നു ചേരുന്നത് ഈ പറയുന്ന ആൾക്കാരിലാണ്, സാധാരണക്കാരിലാണ്, പൊതുജനങ്ങളിലാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു 2 കാര്യങ്ങൾ ഇവിടെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മള് ഏതൊരു ചെറിയ പടക്കം എടുത്താൽ പോലും അതിനകത്ത് പൊട്ടാസ്യം നൈട്രേറ്റും കാർബണും സൾഫർ അഥവാ ഗന്ധകവും ചേർന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സ്ഥലത്ത് പോയി എടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാം ഒരു മഞ്ഞ നിറത്തിലുള്ള മിശ്രിതം. ആ മഞ്ഞ നിറം സൾഫർ അഥവാ ഗന്ധകമാണ്. ബാക്കിയുള്ളത് കാർബണും പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റുമാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ചൂടാവുമ്പോൾ ചെറിയൊരു തിരിയിലൂടെ ചൂട് കൊടുക്കുമ്പോൾ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ഓക്സിജനെ വിട്ടു കൊടുക്കുകയും ഈ പടക്കത്തിനുള്ളിലിരുന്ന് ഈ ഓക്സിജൻ ചെന്ന് കാർബണിനെയും സൾഫറിനെയും കത്തിച്ച് കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഉണ്ടാകുകയും ഇത്രയും വാതകങ്ങൾക്ക് ആ പടക്കത്തിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് കേട്ടു അത് പൊട്ടുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു എല്ലാ പടക്കങ്ങളുടെയും പുറകിലുള്ള ഒരു സയൻസ്. ഇനി ഇതിന്റെ വരുമ്പോൾ സ്ഫോടനം വലുതാകും.
ഇനി ഇവിടെ പൊട്ടാസ്യം നൈട്രേറ്റിന് ഒരു പോരായ്മയുണ്ട്. അല്പം നനവ് അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് നനവ് വലിച്ചെടുക്കുകയും അതിന്റെ ശേഷി കുറയുകയും ചെയ്യും. ഇത് മറികടക്കാനായി പലപ്പോഴും ഈ നിരോധിത പൊട്ടാസ്യം ക്ലോറേറ്റ് പലപ്പോഴും ചേർക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ അത് സംശയിക്കുന്നതായിട്ട് പല വിദഗ്ധരും പറയുന്നതായിട്ട് ഈ ചർച്ചയിൽ തന്നെ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ പൊട്ടാസ്യം ക്ലോറേറ്റ് ഉണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊട്ടാസ്യം ക്ലോറേറ്റ് നമ്മൾ തീ പിടിപ്പിക്കുകയോ ചൂടാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ നന്നായി ഒന്ന് അടിച്ചാൽ തന്നെ അത് പൊട്ടി. അതായത് പന്നിപ്പടക്കത്തിനകത്ത് വെച്ചിരിക്കുന്നത് പൊട്ടാസ്യം ക്ലോറേറ്റ് അടങ്ങിയ വെടിമരുന്നാണ്. അത് പന്നി കടിക്കുമ്പോൾ ചൂടോ തീയോ ഒന്നും അവിടെ ഇല്ല. ആ കടിക്കുന്ന ആ പ്രഷർ കൊണ്ട് മാത്രം പൊട്ടിത്തെറിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സ്ട്രോൺഷ്യം, കാൽസ്യം ലവണങ്ങളൊക്കെ തന്നെ, സോഡിയത്തിന്റെ ലവണങ്ങൾ മഞ്ഞ നിറത്തിനും, സ്ട്രോൺഷ്യത്തിൻ്റെത് ചുമന്ന നിറത്തിനും, ബേരിയത്തിൻ്റെത് പച്ച നിറത്തിനും. തീർച്ചയായും ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടാകാം, കാര്യങ്ങളുണ്ടാകാം. പക്ഷെ അതൊന്നും നമ്മുടെ ഈ കാര്യങ്ങളെ മറികടക്കുന്ന ഇതിലേക്ക് പോകുന്നില്ല. ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതേന അതിനെ അനുവദിക്കുന്നില്ല. എന്തായിരുന്നാലും വലിയ രീതിയിൽ ഒരു സ്ഫോടനമുണ്ടാകുന്നു, നിരവധി മനുഷ്യർ പൊലിയുന്നു. ഇത് ആനന്ദത്തിനാണെന്ന് പറയുന്നു. മാറി ചിന്തിക്കാൻ ഉള്ള അവരുടെ അവസരങ്ങളെ തടസ്സപ്പെടുത്തുന്ന പല ഘടകങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മാറണം, നമുക്ക് ചിന്തിക്കണം, നമുക്ക് മെച്ചപ്പെടണം, നമുക്ക് പരിഷ്കൃതരാകണം. ഇതിലേക്ക് തന്നെയാകണം പോകേണ്ടത്. ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള സാധ്യതകൾ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ തീർച്ചയായും അത് സെലക്ട് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയൊരു അപകടം ഉണ്ടാകരുത്. ഇപ്പോൾ തൃശ്ശൂരിലുണ്ടായത് അവസാനത്തെ ഇത്തരത്തിലൊരു അപകടമാക്കി മാറ്റാൻ നാം മുൻകൈയെടുത്തു മുതലാണ് അധികൃതരും ജനങ്ങളും ഉത്സവ കമ്മിറ്റിയും ആചാര അനുകൂലികളുമൊക്കെയും. ന്യൂസ് ആൻഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.